എല്ലാവർക്കും പുതിയൊരു പാലുകാച്ചൽ ചടങ്ങ് വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ പാലുകാച്ചൽ ചടങ്ങാണ് നടക്കുന്നത്. വേറെ ആരുടെയല്ല, എൻ്റെ സ്വന്തം അനിയത്തിയുടെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളത്തെ അവരുടെ ആഗ്രഹമാണ് നിറവേറാൻ പോകുന്നത്. അങ്ങനെ ഗൃഹപ്രവേശനത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പം അനിയത്തിയുടെ അമ്മായിയമ്മയും എൻ്റെ അമ്മയും പിന്നെ ഞാനും അങ്ങനെ ഞങ്ങൾ കുറേ പേരെല്ലാവരും കൂടെ നാല് ചുറ്റിനൊക്കെ നടന്നിട്ട് അവരുടെ വീട്ടിൽ ഗൃഹപ്രവേശനം തുടങ്ങിയാണ് കേട്ടോ. ഇവിടെ നിന്ന് കൈ കാണിച്ച് വിളിക്കുന്നത് ചേട്ടനാണ് ഈ വീട് വെച്ചത്. ചേട്ടന് ഈ വീടൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു കോൺട്രാക്ടറാണ് കേട്ടോ. അപ്പം പുള്ളിയെ കൊണ്ടാണ് വീടൊക്കെ വെപ്പിച്ചത്. സെറ്റ് നല്ല അടിപൊളി നല്ല കിടുക്കാച്ചേരി വീടൊക്കെയാണ് വെച്ചേക്കുന്നത്. എന്തായാലും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എൻ്റെ അനിയത്തിക്കും അനിയനും നല്ലൊരു വീട്. എന്തായാലും അവരുടെ ഇഷ്ടത്തിന് നല്ലൊരു വീട് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനിയനാണ് ഈ കതവൊക്കെ തുറക്കുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം, ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗൃഹപ്രവേശനം ഏകദേശമൊക്കെ താക്കോലൊക്കെ അതിന്മേക്കെ ഇട്ടപ്പം തിരിഞ്ഞും ഒക്കെ പോയി. കാരണം പുള്ളിക്കാരനൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ ടെൻഷൻ, എന്തോ ടെൻഷൻ. അനിയത്തിക്കും ഉണ്ട് അനിയനും നല്ല രീതിയിൽ ടെൻഷനായിരുന്നു കേട്ടോ. അങ്ങനെ ഗൃഹപ്രവേശനം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരങ്ങോട്ട് കയറട്ടെ. അങ്ങനെ നമ്മൾ ഗൃഹപ്രവേശനം എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഗണപതിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാണ്. ആദ്യമേ നമുക്ക് ഗണപതി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പം ഗണപതിക്കുള്ള പൂജകളും ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ കലം വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വെള്ളം അതെല്ലാം ചേട്ടൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതൊക്കെ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് എന്നൊക്കെ. നമ്മൾ കുറച്ചൊക്കെ പലരും ചെയ്യുമ്പം നമ്മളൊക്കെ നോക്കിയിരിക്കും. പക്ഷേ നമ്മുടെ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ കേട്ടോ. അങ്ങനെ എന്തായാലും ആ കൊച്ചിൻ്റെ ആഗ്രഹം പോലെ പാലുകാച്ചൽ ചടങ്ങ് നടക്കുകയാണ് കേട്ടോ. അതിനകത്തോട്ട് ഈ പാല് മേടിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. കാരണം ഒരു പശുവിൻ്റെ പാല് വേണം അവിടെ എങ്ങുമില്ല. ലാസ്റ്റ് ഒരുപാട് അടുത്ത് പോയിട്ടാണ് ഇത് കിട്ടിയത് കേട്ടോ. അങ്ങനെ പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കി എല്ലാം വെച്ചു. അങ്ങനെ നമ്മുടെ പാലുകാച്ച് കഴിഞ്ഞ് കേട്ടോ. കാരണം എന്താണ്, പാലെല്ലാം കൂടെ തിളച്ചെല്ലാം അകത്തോട്ട് തന്നെ അങ്ങ് വീണ് കേട്ടോ. എന്നാലും കൊച്ചു തീയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ മനസ്സുപോലെ തന്നെ നല്ല രീതിയിൽ തിളച്ച് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങ് വീണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ സാരി തുമ്പിൻ്റെ തലപ്പത്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ കയറുന്നത് ഈ അരി. എന്നിട്ട് അതിങ്ങനെ 3 വട്ടം ഉഴിഞ്ഞ് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് 3 വട്ടം ഉഴിഞ്ഞിട്ടാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. പിന്നെ ആ അരി ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് ഒരു പാൽപ്പായസം പോലെ ആക്കിയിട്ട് എല്ലാവർക്കും വീതിച്ച് കൊടുക്കും. പിന്നെ ഈ കാലത്തിൽ തന്നെ നമ്മൾ എന്താ പറയുക, വെള്ളം വെക്കും. കാരണം എന്ന് വെച്ചാൽ ആ നിലവിളക്കും കെടരുത്, ആ തീക്കകത്ത് കനൽ കാണണം. അതാണ് നമ്മളുടെ പാലുകാച്ചൽ ചടങ്ങിൻ്റെ ഒരു ഐതിഹ്യം. നമ്മളതെല്ലാം പണ്ട് മുതലേ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്ന് ചോദിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തിയുടെ വീട്. ഞാൻ ഫസ്റ്റ് പോയിട്ട് എടുത്തോണ്ട് ഞാൻ വീട് കാണിച്ചില്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. മനു ഭവനം, ഇതാണ് വീട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെയാണ് കേട്ടോ. എൻ്റെ അനിയത്തിയുടെ അനിയനാണ് നിൽക്കുന്നത്. അനിയത്തിയുടെ മാത്രമല്ല എൻ്റെ അനിയൻ തന്നെയാണ്. കാരണം എൻ്റെ ഹസ്ബൻഡും അനിയത്തിയുടെ ഹസ്ബൻഡും അങ്ങോട്ടും ചേട്ടൻ അനിയന്മാരാണ് കേട്ടോ. അവർ ഈ ചേട്ടത്തി അനിയത്തിയുടെ മക്കളെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഞങ്ങളുടെ. ഇത് നമ്മുടെ കൊച്ചൊരു കയറി ചെല്ലുന്നത് ഒരു കൊച്ചൊരു ഹാളാണ്. സിറ്റൗട്ട് കഴിഞ്ഞ ഹാളാണ്. താഴെ ഒരു ബെഡ്റൂമും പിന്നെ കുറച്ച് കിച്ചണും വർക്ക് ഏരിയയും ഒക്കെയാണ് താഴെ. മുകളിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഇതാണ് നമ്മുടെ മെയിൻ. നമ്മൾ പെണ്ണുങ്ങൾ പോയാൽ എപ്പോഴും നമ്മൾ ഓടിച്ചെന്ന് കയറുന്നതല്ലേ നമ്മുടെ അടുക്കള. ഇതാണ് നമ്മുടെ അടുക്കള കേട്ടോ. നല്ല കബോർഡൊക്കെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള കിച്ചണൊക്കെയാണ് കേട്ടോ. മെയിനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇതാണ് എൻ്റെ അനിയത്തിക്കും. കാരണം എന്ന് വെച്ചാൽ പുള്ളി ഗ്യാസിനകത്തൊന്നും ഇട്ട് കറികളൊന്നും വെക്കുന്ന ടൈപ്പൊന്നുമല്ല കേട്ടോ. പുള്ളിക്ക് ഇങ്ങനെ ചട്ടിക്കകത്ത് ഇങ്ങനെ മൺകലത്തിൽ പോലുമാണ് പുള്ളി ചോറ് പോലും വെക്കുന്നത്. ചട്ടിക്കകത്തോട്ടുള്ള പരിപാടി 6 മാസം 7 മാസം വരെ ഗ്യാസ് പുള്ളി ഉപയോഗിക്കും. എന്താണോ എന്തോ ഇതിൻ്റെ സീക്രട്ട് ഫുൾ ഇതാണ്. ഇങ്ങനെ അടുപ്പിനകത്തിട്ടാണ് പുള്ളി എല്ലാം കൈകാര്യം ചെയ്യുന്നത്. പുള്ളിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് കേട്ടോ. അപ്പോൾ ഇത് പൂജയൊക്കെ ചെയ്തിട്ട് അത് കന്യാമൂലയായിരുന്നു കേട്ടോ. എനിക്ക് അവിടുത്തെ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഡ്രസ് കബോർഡിങ് ആണ് കേട്ടോ. ഇത് മക്കളുടെ കബോർഡിങ് ആണ്. അപ്പോൾ നമ്മുടെ രാജീവേട്ടനാണ് ഇതെല്ലാം ശരിയാക്കി കൊടുത്തത് കേട്ടോ. രാജീവേട്ടനാണ് ഇതെല്ലാം കബോർഡൊക്കെ സെറ്റാക്കി ചെയ്തെല്ലാം കൊടുത്തത്. വർക്കൊക്കെ ചെയ്ത് കൊടുത്തത് രാജീവേട്ടനായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്. എനിക്ക് ഫേവറേറ്റ് ആയത് കേട്ടോ. എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ കളറും എല്ലാം കൊണ്ടും. കാരണം ഡ്രസ്സുകളൊക്കെ അടിപൊളിയായിട്ട് ഒതുങ്ങിയിരുന്നോളും കേട്ടോ. പിന്നെ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ്. അപ്പോൾ ഇത്രയുള്ള ടാറ്റ, ബൈ, സീ യു.